നമസ്കാരം. ഇറാൻ ഇസ്രായേൽ സംഘർഷം 5-ാം ദിവസവും രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. തെല്ലവീവിൽ തന്നെ നാശം വിതച്ച് ഇറാന്റെ മിസൈൽ ആക്രമണവും നടന്നിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ തെഹ്റാനെതിരെ ആക്രമണം തുടരുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഇസ്രായേൽ സേനയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാത്രി ചേർന്ന US ദേശീയ സുരക്ഷാ സമിതി യോഗത്തിൽ ഇറാനെതിരെ രംഗത്തിറങ്ങാൻ അമേരിക്കയും തീരുമാനിച്ചതായാണ് വിവരം. ഇതോടെ തന്നെ മേഖല ഭയാശങ്കയിലാണ് എന്ന് പറയാം. അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമായി മാറുമെന്ന ആശങ്കയ്ക്കിടെയാണ് ഇസ്രായേലിന് നേർക്ക് ഇന്ന് പുലർച്ചെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം എത്തിയത്. ഇറാനിലെ യുദ്ധം 2 ആഴ്ചയ്ക്കകം ലക്ഷ്യം കാണുമെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിക്കുകയും ചെയ്തു. ഇറാനിൽ നിന്നുള്ള ആക്രമണത്തിന്റെ വീര്യം കുറഞ്ഞെന്നും മിസൈൽ ലോഞ്ചറുകൾ തന്നെ ഭൂരിഭാഗവും തകർത്തതായാണ് കാരണമെന്നും IDF അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ 40% ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തെന്നും ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ വരുന്നുണ്ട്. US ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ തന്നെ ഹോർമൂസ് കടലിടുക്കിലെ US കപ്പലുകൾ ആക്രമിക്കാൻ ഇറാനും ഒരുങ്ങിയതായി തന്നെ റിപ്പോർട്ടുകൾ മറ്റിടത്ത് വരുന്നുണ്ട്. US കപ്പലുകൾക്ക് നേരെ മൈനുകൾ ഉപയോഗിച്ചേക്കുമെന്നും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പശ്ചിമേഷ്യയിലെ തന്നെ മുഴുവൻ US താവളങ്ങളിലും കനത്ത ജാഗ്രത തന്നെ പാലിക്കാനും ഒരുങ്ങിയിരിക്കാനും ഒക്കെ തന്നെ നിർദ്ദേശം നൽകിയതായി US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുവെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഇറാനിലെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ഊർജിതമായി തന്നെ അർമേനിയയിൽ എത്തിയ 110 വിദ്യാർത്ഥികളെ ഇന്ന് ഡൽഹിയിൽ എത്തിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. ഇസ്രായേലിൽ നിന്നും മടങ്ങാൻ ഒരുങ്ങുന്നവർ കരമാർഗം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ഇന്ത്യൻ എംബസിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ തന്നെ സൈനിക ഇന്റലിജൻസ് കേന്ദ്രത്തെ മൊസാദ് പ്ലാനിംഗ് സെന്ററിനെയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ആക്രമിച്ചതായി തന്നെ തസ്നിം വാർത്താ ഏജൻസി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഘട്ടമായി തന്നെ ആക്രമണം തുടരുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ പുതിയ മിലിറ്ററി കമാൻഡറെ തന്നെ വധിച്ചതായും ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തെഹ്റാനിൽ നടന്ന ആക്രമണത്തിൽ തന്നെ IRGCയുടെ തന്നെ ഖദം അൽ അൽബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് തലവനായ അലി ഷദ്മാനിയെ വധിച്ചെന്നാണ് സൈന്യത്തിന്റെ പോലും അവകാശവാദം. ഇറാന്റെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറാണെന്നും ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമീനിയുമായി തന്നെ ഏറ്റവും അടുത്ത വ്യക്തിയുമാണ് ഷദ്മാനി. എന്നാൽ അലി ഷദ്മാനി കൊല്ലപ്പെട്ടോ എന്ന കാര്യം ഇതുവരെ ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല, ഔദ്യോഗികമായി വന്നിട്ടില്ല. അതേസമയം ഇറാനെതിരായ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇറാഖ് നേതാവ് സദ്ദാം ഹുസൈന്റെ അതേ അന്ത്യമായിരിക്കും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലീം ഖാംനിയിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധകുറ്റകൃത്യങ്ങൾ തന്നെ തുടരുന്നതിനെതിരെയും അതുപോലെ ഇസ്രായേലി സിവിലിയന്മാർക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിടുന്നതിനെതിരെയും തന്നെ ഞാൻ ഇറാനിയൻ ഏകാധിപത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നുവെന്ന് പറയുന്നു. കാറ്റ്സ് പറഞ്ഞതായി തന്നെ പ്രാദേശിക മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തെത്തിയത്. ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം സംഭവിക്കുകയും മധ്യ ഇസ്രായേലിലെ ഒരു ബസ്സിലും മിസൈൽ പതിക്കുകയും ചെയ്തു. തെൽ അവീവിലും പല വടക്കൻ ഇസ്രായേലി നഗരങ്ങളിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും സൈറണുകൾ മുഴങ്ങുന്നുമുണ്ട്. തെൽ അവീവിന് പുറമെ തീരനഗരമായ ഹെർസ്ലിയയിലും മിസൈൽ പതിച്ചിട്ടുണ്ട്. ജെറുസലേമിലും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ആക്രമണങ്ങളിൽ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നതും വളരെയധികം ശരിയാണ്.